ഹായ് ഗൈസ്, ഞാനിന്നൊരു അപ്ഡേറ്റ് തരാൻ വേണ്ടിയിട്ട് വന്നതാണ്. നമ്മുടെ ഇൻ്റർനാഷണൽ റൈഡിനെ കുറിച്ചൊരു അപ്ഡേറ്റ് തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. നമ്മളിപ്പോൾ ഉള്ളത് ആക്ച്വലി ബാംഗ്ലൂരാണുള്ളത്. ഏകദേശം നമ്മളൊരു ചെറിയൊരു സ്മോൾ റൈഡ്, അതായത് നമ്മുടെ ഇൻ്റർനാഷണൽ റൈഡ് കഴിഞ്ഞതിന് ശേഷം എനിക്കൊരു ബൈക്ക് റൈഡ് ചെയ്യണമെന്ന് തോന്നി. ശരിക്കും പറഞ്ഞാൽ നാട്ടിലെത്തിയപ്പോൾ ഭയങ്കരമായിട്ട് ബൈക്ക് ഓടിക്കാനുള്ളൊരു പൂതിയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സിജാസിൻ്റെ ഹിമാലയൻ എടുത്തിട്ടാണ് നമ്മൾ ബാംഗ്ലൂർ വന്നത് കേട്ടോ. അപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് ഇവിടുന്ന് കുറച്ച് സ്ഥലങ്ങൾ നമ്മൾ കവർ ചെയ്യാനുള്ള പ്ലാനൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കൂടെ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ നമ്മുടെ ഇൻ്റർനാഷണൽ റൈഡിനെ കുറിച്ചിട്ടാണ്. അതായത് ഇൻ്റർനാഷണൽ റൈഡ് ക്യാൻസൽ ചെയ്തോ എന്തായി എന്നൊക്കെ ചോദിച്ചിട്ട് നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് വന്നിരുന്നു. എന്താണ് ബ്രോ നാട്ടിലേക്ക് വന്നതിൻ്റെ കാരണം, അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് കുറേ മെസ്സേജ് വന്നിരുന്നു. അപ്പോൾ അതിനൊക്കെ കൂടിയിട്ടുള്ളൊരു റിപ്ലൈ തരാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇൻ്റർനാഷണൽ റൈഡ് നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ടൊന്നുമില്ല. നമ്മുടെ കാർഡ് പേപ്പർ ഓൾറെഡി അറിയാമോ, നമ്മൾ കഴിഞ്ഞ ഡിസംബറിൽ ഇഷ്യൂ ചെയ്തിട്ട് ഈ ഡിസംബർ 2024 ഡിസംബർ വരെ 18-ാം തീയതി വരെ നമ്മുടെ കാർഡിൻ്റെ വാലിഡിറ്റി ഉണ്ട്. അപ്പോൾ നമ്മുടെ ബൈക്കൊന്നും നമ്മൾ ഇന്ത്യയിലേക്ക് കൊടുത്തിട്ടില്ല. ബൈക്കൊക്കെ ശരിക്കും ഉള്ളത് നമ്മുടെ ദുബായിൽ തന്നെ, നമ്മുടെ ജാസ്പ്രോയുടെ പാർക്കിങ്ങിലാണ് നമ്മുടെ ബൈക്കൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ ദുബായിൽ നമ്മൾ ബൈക്ക് റൈഡ് ചെയ്യുമ്പോൾ ഏകദേശം അവിടുത്തെ ചൂടെന്ന് പറയുന്നത് 10-52 ഡിഗ്രിയോളം ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ തീ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ തീൻ്റെ അടുത്ത് പോയി നിൽക്കുമ്പോൾ നമ്മുടെ മേത്തൊക്കെ പൊള്ളണ രീതിയിലായിരുന്നു ചൂടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ചൂടിലാണ് നമ്മൾ ബൈക്ക് ഓടിച്ചിരുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഫസ്റ്റത്തെ പ്ലാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ സൗദി കയറി, സൗദിയിൽ നിന്ന് ഇറാഖിൽ നിന്ന് തുർക്കിയിൽ നിന്ന് ജോർജിയയിൽ നിന്ന് റഷ്യ പോകാനുള്ള പ്ലാനായിരുന്നു നമ്മൾ ഉണ്ടായിരുന്നത്. ദുബായിൽ നമ്മുടെ കുറച്ച് ഫ്രണ്ട്സ് പറഞ്ഞു സൗദിയിൽ ഇതിലും ചൂടാണ്, നമുക്ക് എത്ര 365 കിലോമീറ്ററിനങ്ങോട്ട് പെട്രോളൊന്നും ഇല്ലാത്ത സ്ഥലങ്ങളുണ്ട്. ഏകദേശം ജൂൺ 28-ാം തീയതിയോട് കൂടിയിട്ടാണ് നമ്മുടെ ബൈക്ക് അവിടെ ഡെലിവറി ചെയ്യുന്നത്. നമ്മൾ ഇവിടുന്ന് ഏകദേശം മെയ് 4-ാം തീയതി അങ്ങോട്ട് നമ്മൾ ബൈക്ക് ഇവിടുന്ന് കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് അവിടെ ദുബായിൽ ബൈക്ക് കിട്ടാൻ ഏകദേശം ജൂൺ 28 അത്ര ഗ്യാപ്പ് നമുക്ക് അവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചൂട് സ്റ്റാർട്ടാവുകയും ചെയ്തു. ചൂടിന് മുന്നേ എന്തായാലും ഈ രാജ്യങ്ങളൊക്കെ കവർ ചെയ്യാം എന്നുള്ളൊരു പ്ലാനിലായിരുന്നു ഞാനുണ്ടായിരുന്നത്. പിന്നെയെന്ന് പറയാന്ന് വെച്ചാൽ അവിടെ എനിക്ക് വിസ എക്സ്റ്റെൻഡ് ആയിട്ട് വന്നു. അത് അങ്ങനെ കുറച്ച് ഫണ്ടിൻ്റെ ഇഷ്യൂസ് വന്നു. അതായത് നമ്മൾ അവിടെ വണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ UAE വിസ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് നമ്മൾ 3 പ്രാവശ്യം നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ടായിട്ട് വന്നു. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ നമ്മളവിടെ UAEയിൽ നമ്മളെന്തായാലും അലൈനിൽ ഒഴിച്ച് ബാക്കി എല്ലാ എമിറേറ്റ്സിലും നമ്മൾ പോയിട്ടുണ്ട്. അതായത് നമ്മുടെ ദിബയിൽ നമ്മുടെ അമീദ് കുറ്റൂരിൻ്റെ അടുത്തേക്ക് പോയിരുന്നു. പിന്നെ നമ്മുടെ ദേറയിൽ നമ്മുടെ യൂസഫ് ബായുടെ അടുത്തേക്ക് പോയിരുന്നു, പെർഫ്യൂമറുടെ അടുത്തേക്ക് പോയിരുന്നു. അങ്ങനെ കുറച്ച് ആൾക്കാർ നമുക്ക് അവിടെ മീറ്റ് ചെയ്യാൻ പറ്റി. പിന്നെ നമ്മുടെ മല്ലു റൈഡേഴ്സിൻ്റെ കൂടെ നമുക്ക് റൈഡും ഒക്കെ പോകാൻ പറ്റിയിരുന്നു. പിന്നെ നമ്മുടെ ജാസിം ബ്രോയുടെ ചാനലിൽ നമ്മളൊരു ഇൻ്റർവ്യൂ പോലെ നമ്മൾ ചെയ്തിരുന്നു. ജാസിം ബ്രോയുടെ റൈഡ് വിത്ത് ജാസിം എന്നുള്ള യൂട്യൂബ് ചാനലിൽ പോയിരുന്നാണ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അവിടെ നമ്മൾ ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ ജാസിം ബ്രോയ്ക്ക് കൊടുത്തിരുന്നു. അങ്ങനെ കുറേ സപ്പോർട്ടിങ്ങും കാര്യങ്ങളൊക്കെ എനിക്ക് മല്ലു റൈഡേഴ്സിൻ്റെ ഭാഗത്തു നിന്നും കുറച്ച് നമ്മുടെ ഫ്രണ്ട്സും എല്ലാവരും കൂടിയിട്ട് നമ്മൾ കുറേ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അവിടെ ദുബായിലെത്തിയപ്പോൾ. മെയിൻ കിട്ടിയ പണിയെന്ന് വെച്ചാൽ നമുക്ക് വണ്ടി കിട്ടാൻ ലേറ്റായി. ആ വണ്ടി കിട്ടാൻ ലേറ്റ് ആയതുകൊണ്ടാണ് നമുക്ക് നമ്മുടെ റൈഡ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാഞ്ഞതൊക്കെ. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ ചൂട് തുടങ്ങി. ഇപ്പോൾ എന്തായാലും ചൂടൊക്കെ മാറി കുറച്ച് തണുപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മുടെ റൈഡ് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളൊരു പ്ലാനിലാണ് ഞാൻ തിരിച്ചു വന്നത്. അപ്പോൾ അങ്ങനെ പോകാനുള്ള പ്ലാനായിരുന്നു. നമ്മൾ ഇറാഖിൽ ഇന്ത്യൻസിന് വിസ കിട്ടാൻ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അവിടെയും ചെറിയൊരു പ്രശ്നം വന്നു. അപ്പോൾ അതുകൊണ്ട് ഇനി നെക്സ്റ്റ് നമ്മുടെ പ്ലാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ദുബായിൽ നമ്മൾ ഇറാൻ കയറി, ഇറാൻ, അസർബൈജാൻ, പിന്നെ റഷ്യ, ആ ഒരു പ്ലാനിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. അതിൽ ഞാൻ ഇറാനിലെ വിസ നമുക്ക് ഓണറബിൾ വിസയാണ്, അതായത് ഇന്ത്യൻസിന് ഓണറബിൾ വിസയാണ് നമുക്ക് ഇറാനിലുള്ളത്. അപ്പോൾ ഇറാൻ കയറി, ഇറാനിൽ അസർബൈജാൻ്റെ വിസ ഞാൻ അന്വേഷിച്ചിരുന്നു. അത് കിട്ടാനും വലിയ കുഴപ്പമൊന്നുമില്ല ഇന്ത്യൻസിന്. ഒക്ടോബറിൽ പോയിട്ട് നമ്മുടെ റൈഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ പോകുന്നത് ഈ ഒരു രീതിയിലായിരിക്കും, അതായത് ഇറാൻ, അസർബൈജാൻ, റഷ്യ. അപ്പോൾ ദുബായിൽ നമ്മുടെ ബൈക്കിൻ്റെ ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസംബർ വരെ എടുത്തുള്ളതുകൊണ്ട് അത് യാതൊരു പ്രശ്നമില്ല. പക്ഷേ നമ്മൾ ഓരോ കൺട്രി കയറുമ്പോഴും ഓരോ രാജ്യത്തിൻ്റെ ഇൻഷുറൻസ് എടുക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഇറാനിൽ കയറുമ്പോൾ ഇറാനിൽ ഇൻഷുറൻസ് എടുക്കണം, പിന്നെ അസർബൈജാൻ കയറുമ്പോൾ അസർബൈജാനിൽ ഇൻഷുറൻസ് എടുക്കണം. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്, അല്ലാതെ വേറെ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെയെന്ന് പറയാനുള്ളത്, അപ്പോൾ ഇതുകൊണ്ടാണ് നമുക്കവിടെ ബൈക്ക് കിട്ടാൻ ലേറ്റായപ്പോൾ നമുക്കവിടെ ചൂടും സ്റ്റാർട്ട് ചെയ്തു. UAEയിൽ ചൂടും സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ആ ചൂട്ടത്ത് നമ്മൾ ഈ ശരിക്കും പറഞ്ഞാൽ ഞാൻ UAEയിൽ റൈഡ് ചെയ്യുമ്പോഴൊന്നും റൈഡിങ് ഗിയേഴ്സൊന്നും ഇട്ടിട്ടല്ല റൈഡ് ചെയ്തിരുന്നത് തന്നെ. നമ്മുടെ ഒരു ഫുൾ സ്ലീവ് ഒരു ടീഷർട്ട് ഇട്ടിട്ടാണ് അവിടെ റൈഡ് ചെയ്തും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത്. കാരണം അത്രയ്ക്ക് ചൂടാണ്. നമുക്ക് എന്താ പറയുക, ഞാൻ വിചാരിച്ചേക്കാട്ടും ചൂടാണ് നമുക്കവിടെ കിട്ടിയത്. അതുകൊണ്ടാണ് നമ്മൾ കുറച്ചുകൂടി നമ്മുടെ റൈഡ് നമ്മളൊന്ന് പോസ്റ്റ്പോൺ ചെയ്തത്. പിന്നെ നമ്മുടെ ഈ റൈഡിന് നമ്മൾ സ്പോൺസർഷിപ്പും നോക്കുന്നുണ്ട്. അതായത് നമുക്ക് നമ്മുടെ റൈഡ് സ്പോൺസർ ചെയ്യാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, അതായത് നമ്മുടെ ഇന്ത്യ ടു റഷ്യ റൈഡ് സ്പോൺസർ ചെയ്യാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഈ വീഡിയോയുടെ താഴെ നിന്ന് കമൻറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇതിലൊന്ന് കോൺടാക്ട് ചെയ്തേക്കാതെ. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഗൈസ് നമുക്ക് ദുബായിലെത്തിയപ്പോൾ കിട്ടിയ പണികളെന്ന് പറയുന്നത്.
അപ്പോൾ ഞാൻ അടുത്ത ഒക്ടോബറിൽ പോയിട്ട് റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ അതേപോലെ വിചാരിച്ച പോലെ കാര്യങ്ങളൊക്കെ നടന്നാൽ മതിയായിരുന്നു. നടക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഈ വീഡിയോയിൽ എന്തെങ്കിലും, അതായത് നിങ്ങൾക്ക് ഈ ഇൻ്റർനാഷണൽ ഷിപ്പിങ്ങിൻ്റെയോ അതോ വല്ല ഷിപ്പിംഗ് കോസ്റ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വീഡിയോ താഴെ കമൻറ്റ് ചെയ്തിട്ട് ചോദിച്ചാൽ മതി. അതായത് ഇൻ്റർനാഷണൽ റൈഡിന് നമ്മൾ ബൈക്ക് ഷിപ്പ് ചെയ്യുമ്പോൾ പിന്നെ ബൈക്ക് റൈഡ് ചെയ്യുമ്പോൾ ഉള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ ഈ വീഡിയോ താഴെ കമൻറ്റ് ചെയ്തിട്ട് ചോദിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.